നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഏപ്രിൽ മാസം 22 തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ള ആളുകളും ഈ ഒരു തുക ലഭിക്കുന്നവരും തടസ്സം വന്നിട്ടുള്ള ആളുകളും പ്രത്യേകം അറിഞ്ഞിരിക്കണം. 2019 ഭൂമിയുള്ള ആളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. 2019 ഭൂമിയുള്ളവരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ തുടക്ക സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഇനി 20ാമത്തെ ഗഡുവാണ് ലഭിക്കുവാനുള്ളത്. 20ാമത്തെ ഗഡു കൂടി വിതരണം നടക്കുന്നതോടെ ഒരു ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിൽ എത്തുന്ന തുക എന്ന് പറയുന്നത് 40,000 രൂപയിലേക്ക് എത്തുകയാണ്. വർഷത്തിൽ 4 മാസത്തെ ഇടവേളകളിലായി 2,000 രൂപ വെച്ച് 3 തവണകളായി 6,000 രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുക. ഒരു വീട്ടിൽ 2 അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ, അതായത് ഭാര്യയും ഭർത്താവും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു തുക 4,000 രൂപയായിരിക്കും 2 പേർക്കും കൂടി ലഭിക്കുക. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും വെവ്വേറെ സ്ഥലമുള്ളവരായിരിക്കണം, വെവ്വേറെ കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിച്ചവരുമായിരിക്കണം. അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ഒരു കുടുംബത്തിൽ 2 പേർക്ക് ലഭിക്കുന്നവരുണ്ട്. ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനും മറക്കരുത്. ഇനി 20ാമത്തെ ഗഡു വിതരണം ഈ ഒരു മാസം അവസാന വാരമോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ ആദ്യമായോ ഈ ഒരു തുക ലഭിക്കുകയും ചെയ്യും. അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഉടനെ തന്നെ വരുന്നതാണ്. തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ ഈ KYC അതുപോലെ തന്നെ ആധാർ സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുവാനും മറക്കരുത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു സഹായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭമാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. നിലവിൽ ഈ ഒരു പദ്ധതി വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് അസം, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സ്കീമിൽ നിന്ന് ഇതുവരെ 6,000 ചില്ലാം ആളുകൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം സഹായം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു പദ്ധതി വ്യാപിപ്പിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി 50,000 പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും ബഹുമാനപ്പെട്ട കേന്ദ്ര ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി അന്തിമ രൂപം തയ്യാറാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നവർക്കുള്ള പാരിതോഷികം ഇതുവരെ നൽകിയിരുന്നത് 2,500 രൂപയായിരുന്നു. എന്നാൽ ഈ ഒരു പാരിതോഷികം വർദ്ധിപ്പിച്ച് 5,000 രൂപയാക്കി ഉയർത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പ്, ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം. ആരോഗ്യത്തിന് ഹാനികരമാകും വിധം 3 പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണ പുനരുപയോഗം നടത്തുന്നവർക്കെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തും. 50 ലിറ്ററിൽ കൂടുതൽ എണ്ണ പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ, ചിപ്സ്, മിക്സർ നിർമ്മാണ യൂണിറ്റുകൾ, മറ്റ് ബേക്കറി സാധനങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്നിവ നിർബന്ധമായും ഉപയോഗിച്ച എണ്ണ കൈമാറിയിരിക്കണം. ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുകയും വേണം. അംഗീകൃതമായ ഏത് കമ്പനിക്ക് വേണമെങ്കിലും ഈ എണ്ണ കൈമാറാവുന്നതാണ്. ഇനി അടുത്ത അറിയിപ്പ്, തീവ്രത കൂടിയ ഹെഡ്ലൈറ്റുകളും ഹോണുകളും ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് സുരക്ഷാ നിയമം പരിഗണിച്ച് പത്തനംതിട്ട RTOയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ തീവ്രത കൂടിയ ഹെഡ്ലൈറ്റുകളും ഹോണുകളും ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നുവെന്നാണ് നിഗമനം. അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന ഹോണുകൾ, സൈലൻസറുകൾ എന്നിവ ബധിരതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.